എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ പുതിയ തിരിച്ചറിയൽ രേഖ ഉണ്ടായിരിക്കുന്നതാണ്. ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ തിരിച്ചറിയൽ രേഖ വരികയാണ്. ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ജീവിക്കുന്നയാളെന്ന് തെളിയിക്കുവാനാണ് കാർഡ് നൽകുന്നതെന്നും പൗരത്വ ആശങ്കകൾക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുകയാണ്. ഇതിനായിട്ട് പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നതാണ്. കാർഡിന് SIRുമായിട്ട് ബന്ധമില്ല എന്നും ഭീതി ഒഴിവാക്കുകയാണ് ഇത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. കാർഡ് നൽകുവാനുള്ള അധികാരം തഹസീൽദാർക്ക് മാത്രമാണ്. അതോടൊപ്പം തന്നെ നേറ്റിവിറ്റി കാർഡ് എങ്ങനെയാണ് നിലവിലുള്ള സംവിധാനവുമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് നിലവിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായിട്ടാണ് ഫോട്ടോ പതിപ്പിച്ച ഒരു പുതിയ തിരിച്ചറിയൽ കാർഡ് സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കി സർക്കാർ സേവനങ്ങൾക്ക് ആധികാരിക രേഖയായിട്ട് എക്കാലവും ഉപയോഗിക്കാവുന്ന ഒരു സ്ഥിരം തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ അർഹത പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ജനിച്ചു വളർന്ന മാതാപിതാക്കളുടെ മക്കൾക്കും മാതാപിതാക്കളിൽ ഒരാൾ കേരളീയനായവർക്കും ഈ ഒരു കാർഡ് ലഭിക്കുന്നതാണ്. കേരളത്തിന് പുറത്ത് ജനിച്ചവരാണ് എങ്കിലും മാതാപിതാക്കൾക്ക് ഒരാൾ കേരളീയനാണ് എങ്കിലും അവർക്കും അർഹത ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ ഫോട്ടോ പതിപ്പിച്ച കാർഡിൽ ഭാവിയിൽ ചിപ്പും ഫോളോഗ്രാഫും ഉൾപ്പെടുത്തുവാൻ പദ്ധതിയുണ്ട്. ഇതൊരു ഡിജിറ്റൽ രേഖയായിട്ടും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിലവിലെ പദ്ധതിക്ക് മന്ത്രിസഭ തത്വത്തിൽ പ്രധാനമായിട്ടും അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള കരട് നിയമവും മാർഗരേഖയും തയ്യാറാക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ഈ കാർഡിനായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായിട്ട് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനായിട്ടും സർക്കാർ തലത്തിൽ ആലോചനയുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.